ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വറുത്തരച്ച ഒരു മീൻകറിയാണ്. ചിക്കനൊക്കെ നമ്മൾ വറുത്തരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പുളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരു മസാലയുടെ ചുവയും കുറച്ച് എരിവും ഒക്കെ ആയിട്ട് മീൻകറി വെച്ചാലും നല്ല രുചിയാണ്. ഞാൻ ഈ വെച്ചിരിക്കുന്ന മീനാണെങ്കിൽ തിരണ്ടി എന്ന് പറയുന്ന മീനാണ്. അത് നമുക്ക് നല്ല സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല പീസസ്സായിട്ട് നമുക്കിവിടെ ലുലുവിന്ന് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ വറുത്തു. പിന്നെ അതിനകത്തേക്കാണെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് 2-3 ഗ്രാമ്പൂവും കൂടി ഇട്ട് കേട്ടോ. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടെ അരച്ചു. പിന്നെ അതിലേക്ക് ഉപ്പും പുളിയുമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുക്കാൻ തുടങ്ങി. മീൻകറി തന്നെ നമുക്ക് എത്ര ടൈപ്പാണല്ലേ നമ്മളുടെ നാട്ടിൽ തന്നെ വെക്കുന്ന തേങ്ങ അരച്ച മീൻകറി, തേങ്ങ വറുത്തരച്ച മീൻകറി. പിന്നെ ഈ തെരണ്ടി മീനൊക്കെ ആണെങ്കിൽ തേങ്ങ വറുത്തരയ്ക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അല്ലാതെ മീൻ നമ്മൾ മുളകിട്ട കറി പോലെ വെച്ചാലും നല്ലതാണ്. പക്ഷേ ഈ വറുത്തരയ്ക്കുന്നതിന് ആ തേങ്ങയുടെ ടേസ്റ്റും പിന്നെ ഒരു ചെറിയൊരു മസാലയുടെ ഒരു മണവും ഒക്കെ കൂടുമ്പോഴത്തേക്കിനും ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ കുടംപുളി ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കും കുടംപുളി. കാരണം ആ പുളിരസമൊക്കെ ഒന്ന് ഇറങ്ങിയ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് മീൻകറി വെക്കാൻ പറ്റും. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുടംപുളിയൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് സേവ് ചെയ്ത് വെക്കുന്നത്, കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. 3-4 കഷ്ണം പുളിയെടുത്ത് ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് പുളിയുടെ ഇതെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് മീൻകറി വെക്കാം. അങ്ങനെ നമുക്ക് മീൻകറിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇത് ഉള്ളി തീയലാണ് കേട്ടോ. ഈ മീൻകറിയുടെ തേങ്ങ വറുത്തരച്ച അതേ റെസിപ്പി തന്നെ ഇട്ടിട്ട് ഞാൻ ചെറിയ ഉള്ളി തീയൽ പോലെ വെച്ചതാണ്, പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട്. പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേങ്ങ വറുത്തരച്ച തിരണ്ടി മീൻ കറിയും കൂടി ഇട്ടു. അപ്പം ഇന്നത്തെ ഊണ് ഇതൊക്കെ ആയിരുന്നു. നമ്മളെപ്പോഴും ചോറൊക്കെ കഴിക്കുമ്പം അതിൻ്റെ കൂടെ കുറച്ച് കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെയൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മുടെ വയറ് കുറച്ച് നിറയുകയും ചെയ്യും. എന്നാൽ അതെല്ലാം ഹെൽത്തി ഐറ്റംസാണ്. കലോറി കൂടുതലുള്ള ചോറും കറികളും ഒക്കെ നമുക്ക് കുറച്ച് അതിൻ്റെ എമൗണ്ട് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഗുണങ്ങളുണ്ട് നമ്മൾ ഈ ചോറ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസും കൂടെ കഴിക്കുമ്പോൾ. പിന്നെ ഈ ഉള്ളിത്തീയിലൊക്കെ കൂട്ടി നമ്മൾ ചോറുണ്ണുവാണെങ്കിൽ നമ്മൾ കുറച്ച് അധികം തന്നെ കഴിക്കും കേട്ടോ. കാരണം ചെറിയ ഉള്ളി തീയൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരിത്തിരി ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എരിവും പുളിയും മധുരവും എല്ലാം കൂടിയുള്ളൊരു കറിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ, സീ യു. എല്ലാവരും ചോറുണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.